ഉത്രാടപ്പാച്ചിലിൽ പത്തനംതിട്ട നഗരത്തിലെ തിരക്കേറുന്നു. തിരുവോണമെത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കടകമ്പോളങ്ങളിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2 ദിനങ്ങളിലായി ജില്ലയിൽ ശക്തമായ മഴയുണ്ടെങ്കിലും ഉത്രാട ദിനത്തിൽ മാനം തെളിഞ്ഞതോടെ തിരുവോണ സദ്യയിൽ വിഭവങ്ങൾ ഒരുക്കാനുള്ള തിരക്കിലാണ് നാടും നഗരവും. പ്രസാദ് MJ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗര മധ്യത്തിലാണ്, സെൻട്രൽ ജംഗ്ഷന് സമീപത്താണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം, വളരെയധികം തിരക്കാണ്. നാളെയാണ് തിരുവോണം, ഇന്ന് ഉത്രാടമാണ്. നമ്മളിപ്പോൾ ടൗണിന്റെ ഈ ഭാഗത്ത് ഉപ്പേരി ഇല്ലാതെ എന്താഘോഷം. അപ്പൊ നമുക്ക് ഉപ്പേരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപ്പേരി കടകളിലേക്ക് ചോദിക്കാം. ഇതെന്തോ ഉപ്പേരി കടയാണോ? ഇത് ഉപ്പേരി കടയാണ്. എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ? നമ്മുടെ ഇവിടെ ഫ്രഷ് ആയിട്ട് വരക്കുന്ന ഉപ്പേരിയാണ്. ഇവിടെ ലൈവായിട്ട് 42 വർഷമായിട്ടുള്ള കടയാണ്. A1 ചിപ്സ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള കടയാണ്. 40 വർഷമായിട്ടുള്ള ഒരു വ്യവസായ മേഖലയാണിത്. കാരണം ഇന്ന് അമിതമായിട്ടുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. കാരണം ഈ സാധനങ്ങളുടെ വിലവർധനമാണ് അതിന് വലിയൊരു ഘടകം. കാരണം ഏത്തക്കൊല കിട്ടാത്തൊരവസ്ഥ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ വ്യവസായ മേഖലയെ സംബന്ധിച്ചിടത്തോളം 1 കിലോ ചിപ്സ് ആണെങ്കിൽ 3.5 കിലോ കാവയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജില്ലയിലെ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഏത്തക്കൊലകളൊക്കെ. അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് വരുന്ന കായാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാണ് നല്ല ചിപ്സ്. ഈ ചിപ്സ് എല്ലാം ആ ക്വാളിറ്റിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതുപോലെ ടേസ്റ്റും അതുപോലെ തന്നെ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയെന്ന് പറഞ്ഞാൽ ചീക്കനാലിലെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. അത് വളരെ വില കൂടുതലുമാണ്. കാരണം നല്ല വെളിച്ചെണ്ണയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 40 വർഷമായിട്ട് കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള കടകളിൽ മേടിച്ചു വെച്ച് വിൽക്കുന്ന ദിവസങ്ങളോളം ഇരുന്ന ചിപ്സുകളാണ് ഉപയോഗിക്കുന്നത്. ലൈവായിട്ട് ഇവിടെ ലൈവായിട്ടാണ് ഉണ്ടാകുന്നത്. കാരണം ഇപ്പൊ ശർക്കവെട്ടി തീർന്നു. ഇപ്പൊ ശർക്കവെട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പിയാണോ? ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വരുന്നു. നമ്മുടെ മലയാളികളോടൊപ്പം ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പൊക്കാനയുടെ ഒരു പ്രതിനിധി കൂടിയാണ്. മലയാളികളുടെ ഓണമാണ്, നമ്മുടെ സന്തോഷമാണ്. നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോൾ വളരെ മനോഹരമായ ഒരു കട കാണാൻ സാധിച്ചു. പെട്ടെന്ന് നമ്മുടെ കേരള പ്രേക്ഷകർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവാസി ജീവിതവും നാട്ടിലുള്ള ഓണമൊക്കെ നിങ്ങളുടെ വളരെ വ്യത്യാസമായിരിക്കുമല്ലോ? വളരെയേറെ വ്യത്യാസമാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഞങ്ങൾക്ക് പ്രവാസി ജീവിതത്തിനിടയിലാണ് ഓണാഘോഷം കൂടുതലായിട്ടുള്ളത്. ഇവിടെ ഉള്ളതിനേക്കാട്ടിൽ കൂടുതൽ ഓണാഘോഷം നമ്മുടെ വിദേശ മലയാളികളാണ് നടത്തുന്നത്. ഏകദേശം ഓഗസ്റ്റ് പകുതിയോടുകൂടി തന്നെ ഈ ഓണാഘോഷം ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ മാസം വരെ അത് തുറന്നുകൊണ്ടേയിരിക്കും. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും എല്ലാവിധ ഓണാശംസകളും എല്ലാ ആളുകൾക്കും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ഉൽപ്പന്നങ്ങൾ മേടിക്കുന്ന പെട്ടെന്ന് ഇത് കാരണം പഴക്കമില്ലാത്ത ഒരു ഉൽപ്പന്നമായിട്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇത് പ്രവാസികളെ കൊണ്ടാണ് ഒരുപക്ഷെ നമ്മളെല്ലാം നിലനിൽക്കുന്നത്. ഈ സമൂഹം തന്നെ നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് എന്റെ കരുതല്. കാരണം എന്നാ ഞാൻ ഒരു 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് കോഴഞ്ചേരിയിലും പത്തനംതിട്ട, തിരുവല്ല, അതുപോലെ തന്നെ കോട്ടയത്തും എല്ലാം കടയുള്ള മല്ലപ്പള്ളി, കോട്ടയം എല്ലായിടത്തും കടകളുള്ള ഒരാളാണ്. ഇവിടെ വ്യാപാരമൊക്കെ വ്യാപാരമൊക്കെ കുഴപ്പമില്ല. കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ചൂട് ഉപ്പേരി ഉണ്ട്, അലുവ ഉണ്ട്, ചമ്മന്തിപ്പൊടികളുണ്ട്, ചാറികളെല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും. കഴിഞ്ഞ 2 ദിവസമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ മഴയായിരുന്നു. ആ മഴയൊക്കെ അതിജീവിച്ചപ്പോൾ മാനമൊക്കെ തെളിഞ്ഞിരിക്കുന്നു. തികച്ചും പത്തനംതിട്ട നഗരം ഒരു ഉത്രാട പാച്ചിലാണ്. ഈ പാച്ചിലാണ് നാളത്തേക്കുള്ള എല്ലാ ഭക്ഷണ വിഭവങ്ങളും വസ്ത്രങ്ങളും ഒക്കെ. നഗരം മൊത്തം തിരക്കിലാണ്. വസ്ത്രങ്ങൾ വാങ്ങിക്കാനാണെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിക്കാനാണ് ഉപ്പേരി കടകൾ എല്ലാം തന്നെ വളരെയധികം സമ്പൽ സമൃദ്ധമാണ് തിരുവോണത്തെ വരവേൽക്കാൻ. കേരള വിഷന്റെ ഈ ഉത്രാടപ്പാച്ചിലാണ് പത്തനംതിട്ട നഗരത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.